ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ, 9th month ഫോട്ടോഷൂട്ടിന്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ എൻ്റെ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കൊരു കല്യാണം ഉണ്ട്, പക്ഷെ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ ആൾ അത് പോവാണ്ട് വന്നേക്കുന്ന കേട്ടോ. അപ്പം നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് മിക്കുണ്ട്. മിക്ക ചേച്ചിയുടെ മോനാണേ. അപ്പൊ എസ് താഴെ കേട്ടോ, എസ് അലമ്പുണ്ടാക്കും, അതുകൊണ്ട് കൊണ്ടുവന്നല്ല. അപ്പൊ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മോയ്സ്ചറൈസറിൽ നിന്ന് തന്നെ തുടങ്ങാം. ബാക്കി ഞാൻ എൻ്റെ സിസ്റ്ററിനെ ഏൽപ്പിക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് പ്രൈമറിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തോ ഓൾറെഡി ഉച്ചയായി. ഇതിപ്പോ ഒരു വേഗത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കഴിച്ചിട്ട് ഷൂട്ട് ചെയ്യണം. ആള് പോസ്റ്റ് ഉണ്ടാക്കി കൺസീലർ, ഏതെങ്കിലും കൺസീലർ. ഇവളുടെ മേക്കപ്പ് കിറ്റ് ആണോ, അതുകൊണ്ട് എനിക്ക് ഇതിന്റെ വലിയ ഐഡിയാസ് ഒന്നും ഇല്ല. കൺസീലർ ഇട്ടപ്പോൾ തന്നെ കുറച്ച് വ്യത്യാസം. എനിക്ക് പ്രഗ്നൻസി ആയിട്ട് ഒത്തിരി ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട്. ദൈവത്തിന് മാത്രം അറിയാം. വെളുക്കാൻ തേച്ചത് പാണ്ടാക്കും. ചപ്പാത്തിയാ അല്ല. ഓക്കെ, നമ്മുടെ ഒരു ഓണിയൻ പിങ്ക് സാരിയാണ്. സ്മോക്കി ഐസ് വേണം. സ്മോക്കി ഐസ് അറിയില്ല, പക്ഷെ നമുക്ക് ട്രൈ ചെയ്യണം അല്ലേ? ഇങ്ങനെയൊക്കെയല്ലോ അറിഞ്ഞ് പഠിക്കണേ. അറിയോന്ന്, അതൊക്കെ എന്തൊരു ചോദ്യമല്ലേ. എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും അറിഞ്ഞതല്ലോ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. എല്ലാം എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റ്, നീ എൻ്റെ എക്സ്പെരിമെന്റ് പീസാണ്. അപ്പോഴേക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ. I like doing makeup. ഒരു കാലം വരെ എനിക്ക് പക്ഷെ യൂജിയില് ബാംഗ്ലൂർ പോയപ്പോ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടാണോ, അവിടെ ഈ പ്രചോദനം ഉൾക്കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതായിരുന്നു സ്മോക്കി. നിന്റെ അമ്മ എന്നെ എന്തോ കാണിക്കുന്നു. നിന്റെ അമ്മ എന്നെ എന്തോ കാണിക്കുന്നു. എന്താ കാണിക്കണേ? ഇങ്ങനെ തേക്കോ? ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ യൂഷ്വലി ത്രെഡ് ചെയ്യാറില്ല. ലൈഫിലെന്തോ 5-6 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ളൂ. ത്രെഡ് ചെയ്യാനിപ്പം പ്രഗ്നൻസി ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന്
ബേബി എന്തെങ്കിലും പോയി നോക്കിക്കേ. എസ് ബേബി ഉറങ്ങിയോ നോക്കിയാടാ. നിൽക്കുന്ന എസ്സേനെ അന്വേഷിക്കാൻ പറഞ്ഞോട്ടെ. മറ്റേതല്ലേ നമുക്ക് ഇതിന്റെ പേര് പെൻസിൽ. ആ ബ്രഷിന്റെ പേര് ഞാൻ പറഞ്ഞു. മേക്കപ്പ് അറിയാത്ത രണ്ടുപേരാണ് നിങ്ങളുടെ മുമ്പിൽ GRWM ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് സ്വയമായിട്ട് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ പഠന കാലഘട്ടമാണ്. ഇതെന്റെ എക്സ്പെരിമെന്റ്. എന്റെ ഫസ്റ്റ് മെറ്റേണിറ്റി ഷൂട്ടും ചേച്ചിയാണല്ലോ ചെയ്തത്. എന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയല്ലോ അറിയാം. പക്ഷെ അന്ന് എനിക്ക് കുറച്ച് ഭംഗിയുള്ളതുകൊണ്ട് കുറച്ച് മെനക്കിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശ്രദ്ധിക്കണ്ട കേട്ടോ. ടൈഗർ ടൈഗർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ. പോരെ ഇത്രയും ഗ്ലോ പോരെ ഈ മുഖത്ത്. അറിയില്ല, ഏതോ ഞങ്ങൾ ദുബായിൽ നിന്ന് വാങ്ങിട്ടോ. ദുബായ് ഇങ്ങനെയൊക്കെ അല്ലേ? ആ അതെ. ഐലൈനർ പെൻസിലാണ്. പെൻസിലല്ല പെന്നാണ്. വാട്ടർ പ്രൂഫ്. വാല് വേണം. ഞാൻ അതുപോലെ തന്നെ പുറത്ത് വരുത്തണം. അമ്മയുണ്ടല്ലോ, മേമയ്ക്കുണ്ടല്ലോ മേക്കപ്പ് ചെയ്ത് കൊടുക്കുവാൻ. കണ്ണ് വരയ്ക്കുക. സുന്ദരിയായ മേമ. ഡയമെൻഷനൊക്കെ കറക്റ്റ് ആണോ നോക്കൂ, ചെക്ക്. മേമ സുന്ദരിയായോടാ. നീളടെ ഇച്ചിരിണ്ട് ശരിയാണ്. പെൻസില് പൊട്ടിക്കുന്നവരെ കൂട്ടി ഏതോ ഒരു മെറൂൺ ഷെയ്ഡ്. മിക്കുയ്ക്ക് വേണം പൊട്ട്. മിക്കുവിന് ഒരു പൊട്ട് വേണമെന്നാണ് പറയുന്നത് ഗൈസ്. നമുക്ക് മിക്കുയ്ക്ക് ഒരു പൊട്ട് തൊട്ട് കൊടുക്കാം. തിരിഞ്ഞിട്ട് ക്യാമറയിലോട്ട് തിരിഞ്ഞിട്ട് ഭംഗിയുണ്ടോ എന്ന് പറയണേ എൻ്റെ കുഞ്ഞി മിക്ക മോളെ. സൂപ്പർ. മേമ എങ്ങനെയുണ്ട് കാണാൻ? സൂപ്പർ അല്ലേ? സൂപ്പറാന്ന് പറഞ്ഞു. സുന്ദരിയായ സുന്ദരിയാന്ന് പറഞ്ഞു. അവിടെ ഒക്കെ പറ. മേമ സുന്ദരി എന്ന് പറ. അവൻ അവന്റെ സൗന്ദര്യ പൊട്ട് കഴിഞ്ഞത്. നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. മേക്കപ്പ് ഹെയർ സ്റ്റൈലുണ്ട്. ഹെയർ സ്റ്റൈലിൽ നമുക്ക് സാരി എടുത്തിട്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇനി സാരി എടുത്തിട്ട് വരാം. ഓക്കെ, സാരി എടുത്തിട്ട് വരാം.
ഇനി ഹെയർ മാത്രം ബാക്കിയുള്ളൂ കേട്ടോ. ഹെയർ എന്തെങ്കിലും ഒപ്പിക്കണം. എൻ്റെ ഈ മുടിയുടെ സീക്രട്ട് ഒക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക എൻ്റെ വ്യൂവേഴ്സിന്. എനിക്കും കൂടെ പറഞ്ഞു തരാം. എൻ്റെ മുടിയൊക്കെ പോകും. ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ആരുടെയും മുടി പോകും. വെള്ളം ഒരു വലിയ ദുബായിലായിരുന്നപ്പോൾ എൻ്റെ മുടി പോയായിരുന്നു. അത് നമ്മളൊരു കാര്യം പറഞ്ഞ നമസ്കാരം ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചുമ്മാ പിരിച്ച് വെക്കുക. നമ്മുടെ ഐക്കോണിക് ഹെയർ സ്റ്റൈൽ ഒരു വഴിയില്ലെങ്കിൽ ചെയ്യുന്ന പണിയാണത്. അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് രണ്ട് സൈഡ് ഇങ്ങനെ മിഡിൽ പാർട്ടീഷൻ പിടിച്ച് വെച്ച് 2 ക്രാബ് കുത്തിയിട്ടിട്ടുള്ളൂ. എനിക്കുള്ള വിപ്ലവം ദൈവമേ.